കലക്കി. എന്താ എടാ, ഇത് അവൾ എഴുതിയ ലെറ്റർ അല്ല, പിന്നെ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതിയതാവാനാണ് സാധ്യത. അത് നിനക്ക് എങ്ങനെ അറിയാം? എടാ, ഞാൻ കുറെ പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാ. ലെറ്ററിന്റെ സ്ട്രക്ചർ കണ്ടാ എനിക്കറിയാം. ലോകത്തൊരു കാമുകിയും ആദ്യം തന്നെ കയറി ജോലി, ശമ്പളം, കുടുംബ പശ്ചാത്തലം ഇവയൊന്നും ചോദിക്കാറില്ല. അതെന്നെ കുറിച്ച് അറിയാനുള്ള താല്പര്യം കൊണ്ടായിക്കൂടുന്നുണ്ടോ? ആയിക്കൂടുന്നുണ്ട്. എടാ, ഈ ലെറ്ററിന്റെ പിന്നിൽ വേറെ ഏതോ ഒരു ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അതാരാ? അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഈ ശമ്പളവും ജോലിയും ഒക്കെ ചോദിച്ചില്ല, എനിക്ക് മാസം 1500 രൂപ കിട്ടുന്നില്ലെന്നറിഞ്ഞ ശ്യാമ പ്രേമം തന്നെ വേണ്ടെന്ന് വെക്കോ? നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് തിരിച്ചങ്ങോട്ട് ഒരു വരട്ട് വരട്ടാം. ഇനിയും പഴയ സിനിമാ പാട്ടും സാഹിത്യവും ഒന്നും എഴുതി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ശ്യാമയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. സിനിമാ പാട്ടുകളും സാഹിത്യവും ഇഷ്ടമല്ലാത്ത വിചിത്രയായ പെൺകുട്ടി. ഈ കത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അയാൾ ആളൊരു ഫ്രോഡാണെന്ന്. നാട്ടിലുള്ള തെങ്ങിൻ തോപ്പിൽ നിന്ന് തന്നെ 10-15 രൂപയ്ക്കുള്ള തേങ്ങ, മന്ത്ലി ഇൻകം വീഡിയോ ഷോപ്പിൽ നിന്ന് 5000 രൂപ. ഇവനൊക്കെ കല്യാണം കഴിച്ചാൽ നിന്റെ ലൈഫ് പോക്കാം. രാജു എഴുതിയത് കള്ളമായിരിക്കില്ല. നാട്ടിൽ തെങ്ങും തോപ്പൊന്നും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല. ഒന്നുമില്ലാതെ രാജു ഇങ്ങനെയൊക്കെ എഴുതുവോ? IAS IPS എന്നൊക്കെ പറഞ്ഞ് കല്യാണം നടത്തിയിട്ടുള്ള ബിരുദന്മാര് ഈ നാട്ടിൽ എത്രയുണ്ട്? അതുകൊണ്ട് നിന്റെ രാജുവിനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ടെസ്റ്റോ? എങ്ങനെ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അയാളെ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഉള്ള ഫുഡും ഐസ്ക്രീമും പുഡിങ്ങും എല്ലാം അങ്ങേരെ കൊണ്ട് വാങ്ങിപ്പിച്ച് നല്ലൊരു അമൗണ്ട് ചെലവാക്കിപ്പിക്കണം. മാസം 10-15 രൂപ വരുമാനമുള്ള ആളല്ലേ, ചെലവാക്കട്ടെ.